Welcome to episode 4 of How to Build a Strong Chemistry Career in India as a chemist. In this video, we are going to discuss about the business side of a chemist. ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും കെമിസ്റ്റിന് ഫോർമുലേഷൻ ഉണ്ടാക്കുക, ലാബിൽ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഇല്ലാതെ ഈ ഒരു ബിസിനസ് സൈഡും കോസ്റ്റും കാര്യങ്ങളെല്ലാം അറിയേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾക്ക് തന്നൊരു പ്രൊജക്റ്റിനകത്ത് നല്ലൊരു റോ മെറ്റീരിയൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബാഡ് റോ മെറ്റീരിയൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിപ്ലേസ് ചെയ്യാനായിട്ട് ഒരു വേറൊരു റോ മെറ്റീരിയൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തു. സോ നിങ്ങൾ എങ്ങനെ പറയണം ഈ ഒരു സജഷൻ? ദ ഫസ്റ്റ് റോ മെറ്റീരിയൽ വാസ് റിയലി ബാഡ് ആൻഡ് ദ സെക്കൻഡ് റോ മെറ്റീരിയൽ ഈസ് ഗുഡ് അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് ആൻഡ് എവറിഥിങ് ആൻഡ് ഓൾസോ ദ കെമിസ്ട്രി ടു ദാറ്റ് പ്രൊഡക്റ്റ് ഓൾസോ മാച്ചസ് വിത്ത് ദ റോ മെറ്റീരിയൽ. ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. സെക്കൻഡ് റോ മെറ്റീരിയൽ ഈസ് ബെറ്റർ ദാൻ ദ ഫസ്റ്റ് വൺ. Not only it can perform better than the first raw material and give stability to the product, it reduces the cost because we are adding this much less percentage than the first thing. ഇത് നിങ്ങൾ എങ്ങനെയാക്കുന്നു? വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു കെമിസ്റ്റ് ആക്കുന്നു. നിങ്ങൾ സജസ്റ്റ് ചെയ്ത ആ ഒരു റോ മെറ്റീരിയലിൻ്റെ ആപ്ലിക്കേഷൻ സൈഡും കെമിസ്ട്രിയും പിന്നെ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസും മാത്രമല്ല, നിങ്ങളുടെ കോസ്റ്റും ബിസിനസ്സും കൂടി തോട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ റോ മെറ്റീരിയൽ സജസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളുടെ മാനേജർക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. സോ വെൻ യു പ്രപ്പോസ് എ ന്യൂ ഇൻഗ്രീഡിയൻറ്റ്, യു ഷുഡ് നോ ദ കോസ്റ്റ്, വാട്ട് സ്കെയിൽ ഇറ്റ് ഈസ് എക്കോണമിക്കൽ ടു ദ കമ്പനി ആൻഡ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഓൾസോ ടു ദ കസ്റ്റമേഴ്സ്. ഇൻഫ്ലേഷൻ വരുമ്പോൾ നമുക്ക് അതേ റോ മെറ്റീരിയൽ ഇതേ കോസ്റ്റിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും ലോക്കൽ കസ്റ്റമേഴ്സ് നമുക്ക് അവൈലബിൾ ആണോ? അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എത്രമാത്രം ആഡ് ഓൺ കോസ്റ്റ് കൊടുക്കേണ്ടി വരും? ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു റോ മെറ്റീരിയൽ സജസ്റ്റ് ചെയ്താൽ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എപ്പോഴും കൂട്ടി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇൻഫ്ലേഷനും പിന്നെ ബാക്കി എക്സ്പോർട്ടും കാര്യങ്ങളും മാനേജും കോസ്റ്റും എല്ലാം മുന്നിൽ കണ്ട് വേണം നമ്മൾ ആ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കണക്കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കസ്റ്റമറിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നേരത്തെ കൊടുത്ത അതേ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ടും അതേപോലെ തന്നെ ബെറ്റർ പെർഫോമിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് എക്കോണമിക്കലായിട്ട് എഫക്റ്റീവായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു പോയിന്റാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് നോ യുവർ റോ മെറ്റീരിയൽ കോസ്റ്റ്. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തി. നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അണ്ടർസ്റ്റാൻഡിങ് യുവർ കസ്റ്റമർ കൺസ്ട്രെയിൻസ്. എന്താണ് കസ്റ്റമറിന് ശരിക്കും വേണ്ടത്? വെറുതെ ഒരു പതയുന്ന സോപ്പാണോ വേണ്ടത്? അതല്ല, ഫോമിങ് വളരെ കുറവുള്ള രീതിയിൽ ഈസി വാഷ് ഓഫ് ആയിട്ടുള്ള കെമിക്കൽസ് ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ക്ലീനിങ് കെമിക്കലാണോ വേണ്ടത്? അതല്ല, ഫോം ബൂസ്റ്റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നല്ല ഫോമിങ് വരുന്ന നല്ല ക്ലീനിങ് എഫിഷ്യൻസി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണോ വേണ്ടത്? അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കൺസ്ട്രെയിൻസ് മനസ്സിലാക്കുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്റ്റ് കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ പ്രോബ്ലംസ് നാളെ നമുക്ക് കസ്റ്റമർ ഫേസ് ചെയ്യാം. സോ അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റുമോ? ഇവിടെയാണ് ഫോർമുലേഷൻ ഫാൻറ്റസിയും ഫോർമുലേഷൻ റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോയിൻസിഡൻസ് വരുന്നത്. ഞാനൊക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലാബിൽ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയും ഇന്ന രീതിയിലുള്ള പെർഫോമിംഗ് ആയിരിക്കണം, ഇന്ന പ്രോപ്പർട്ടീസ് വേണം, ഇന്ന രീതിയിൽ അപ്പിയറൻസ് വേണം, ഇന്ന തിക്നെസ് വേണം, ആൻഡ് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര GPL ഈ സാധനം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന രീതിയിൽ റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് കൺസ്ട്രെയിൻസ് വരും. എന്തൊഴിച്ച്? കോസ്റ്റ് ഒഴിച്ച്. സോ നമ്മൾ ഫാൻറ്റസിയിലാവും ഇന്ന റോ മെറ്റീരിയൽസ് ഒക്കെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 റോ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ 3 റോ മെറ്റീരിയൽ ആയിരിക്കും വാട്ടറിൻ്റെ അതേ അളവിൽ അല്ലെങ്കിൽ അതിലും ചെറിയ കുറച്ച് അളവിൽ ആ ഒരു ഫോർമുലേഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെന്താ ആ ഒരു ഫാൻറ്റസികളിലായിരിക്കും ഓക്കെ ഇത് ഇത്രയ്ക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പ്രൊഡക്റ്റ് കിട്ടും, ഇയാൾ പറഞ്ഞ ആ കസ്റ്റമർ പറഞ്ഞ അതേ രീതിക്ക് അനുസരിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് എന്ന്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കോസ്റ്റിംഗ് ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ റോ മെറ്റീരിയൽ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇറ്റ് ഈസ് വെൻ ദാറ്റ് ഫോർമുലേഷൻ ചേഞ്ചസ് ഫ്രം എ കെമിക്കൽ പെർഫെക്ഷൻ ടു ദ കസ്റ്റമർ റിയാലിറ്റി സാറ്റിസ്ഫാക്ഷൻ. ദെൻ when you provide these products into the customers, you should know the regulatory complaints. So the third one is know the regulations. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ്? ഫുഡ് ആവാം, സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, FMCG ആവാം, petroleum ആവാം, whatever the industry that you have tapped in, you have to know exactly what are the regulatory compliances and what are the regulations that need to be satisfied when we pass a product into the customer.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടെക്സ്റ്റൈൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന റെഗുലേറ്ററി കംപ്ലയിൻസ് ആണ് DHC എന്ന് പറയുന്നത്, സീറോ ഡിസ്ചാർജ് ഓഫ് ഹസാർഡ് കെമിക്കൽസ്. സോ ഈ റോ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള തിങ് നമ്മൾ മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നോക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് റെഗുലേറ്ററി കംപ്ലയിൻസ് എല്ലാം മാച്ച് ചെയ്ത നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വാങ്ങുന്ന കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നത് ഒരു ലോയൽറ്റിയാണ്. ദാറ്റ് വി പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ് എവറി റെഗുലേറ്ററി കംപ്ലയിൻസ്. As a chemist, if you know the regulatory complaints, you are absolutely invaluable. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ലോയലായി എല്ലാ റെഗുലേറ്ററി കംപ്ലയിൻസും മെറ്റായി നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ നമ്മളോട് ട്രസ്റ്റ് വർത്തി ആയിരിക്കും, നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. അവരനുസരിച്ച് നമ്മൾ വളരുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സും വളരും. The most important one, when you make a product in the lab, is it possible to scale up to 500 kg? Scaling up. സോ നിങ്ങളൊരു ഫോർമുലേഷൻ എന്ന ലാബിൽ ബീക്കറിലൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു 1 കിലോ 2 കിലോ 3 കിലോ പോസിബിലിറ്റിയിൽ ലാബിൽ ഉണ്ടാക്കി, ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് ദ സെയിം തിങ് വൈൽ സ്കെയിലിംഗ് അപ്പ് ഇൻ ടു ദ പ്രൊഡക്ഷൻ? ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് പല പ്രൊസീജിയേഴ്സിൽ കൂടെ മേക്ക് ത്രൂ പോകേണ്ടി വരും. കുക്കിംഗ് വരും, പിന്നെ അത് കഴിഞ്ഞ് കൂളിംഗ് വരും. ചിലപ്പോൾ 2 ദിവസം എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഒറ്റ ദിവസത്തിൽ ലാബിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പ്രൊഡക്ഷൻ അതേ SOP നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് 2 ദിവസം എടുക്കുന്നു, കുറേ വർക്കേഴ്സ് വേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ആസ് യു ആർ ദ വൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്റ്റ്, യു ഓൾസോ ഹാവ് ടു ബി റെസ്പോൺസിബിൾ ടു മേക്ക് ദാറ്റ് പ്രൊഡക്ഷൻ ഈസി ഫോർ ദ വർക്കേഴ്സ് ആസ് വെൽ. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ചെറിയൊരു സ്മോൾ റിയാക്ടറിൽ വർക്ക് ചെയ്തു, നാളെ ഒരു 50,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ റിയാക്ടറിലേക്ക് അല്ലെങ്കിൽ വലിയൊരു റിയാക്ടറിലേക്ക് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര മാത്രമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലാബിൽ നമ്മൾ ചെയ്ത പ്രൊസീജിയറിനേക്കാളും എന്തൊക്കെ ഡിഫറൻസ് നമ്മൾ പ്രൊഡക്ഷനിൽ വരുത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് വർക്കേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എളുപ്പത്തിൽ എടുത്ത് തീർക്കാൻ പറ്റും എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വെൻ യു ആർ മേക്കിംഗ് എ പ്രൊഡക്റ്റ് ഇൻ യുവർ ലാബ് ഫ്രം ദ ഡേ 1, യു ഹാവ് ടു പുട്ട് ദിസ് എവറിത്തിങ് ഇൻ മൈൻഡ്. എൻ്റെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിനകത്ത് വാട്ടർ കൺസപ്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. വാഷ് സൈക്കിളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേനും. സോ വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് എന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് വാട്ടർ കൺസപ്ഷൻ കൂടുതൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഈവൺ ഇഫ് ദാറ്റ് ഫോർമുലേഷൻ ആൻഡ് കെമിസ്ട്രി ഈസ് ബെറ്റർ, അവിടെ ബാഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എൻവയോൺമെൻറ്റിന് ബാഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്നതാണ്, സ്കെയിലപ്പിനൊപ്പവും കോസ്റ്റിനൊപ്പവും എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഈസി വാഷ് ഓഫ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പതിവ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും, നമുക്ക് ഒത്തിരി വാട്ടർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും യു ബിക്കം സോ വാല്യുബിൾ ഇൻ ദാറ്റ് തിങ്. സോ നിങ്ങളെ പോലെ ചിന്തിക്കുന്നവരായിട്ട് മേ ബി കുറച്ച് പേര് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് വെൻ എ കെമിസ്റ്റ് ബിക്കം മോർ സസ്റ്റൈനബിൾ ഇൻ ഇറ്റ്സ് ഓൺ ഇൻഡസ്ട്രി. വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതല്ല, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ അത് റെഗുലേറ്ററി കംപ്ലയിൻസ് മീറ്റ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വാട്ടർ കൺസർവ് ചെയ്ത് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വളരെ ഗ്രീൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ഒരു വാല്യുബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഒരു റിയൽ കെമിസ്റ്റ് ബോൺ ആവുന്നത്. How to learn this all? Talk to people. Talk to every good people and every colleagues that you have in your company. Sales, production, procurement, സ്റ്റോർസ്, വർക്കേഴ്സ്, എവ്രി വൺ ആയിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യാൻ. ഇവിടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിസിനസ് സൈഡ് വൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെയിൽസ് പേഴ്സൺ ആയിട്ടും പ്രൊഡക്ഷൻ ടീമായിട്ടും പ്രൊക്യൂർമെൻറ്റ് ടീമായിട്ടും കസ്റ്റമേഴ്സായിട്ടും മീഡിയംസായിട്ടും അതുപോലെ ഈവൻ വർക്കേഴ്സായിട്ട് വരെ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ സംസാരിക്കണം. എന്നാലാണ് അവർ നമുക്ക് അറിവ് പകർന്നു തരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. സോ അവരുടെ മുമ്പിലെല്ലാം ഞാൻ എന്താണ്, ജസ്റ്റ് ഒരു ബിഗിനറാണ്. ആൻഡ് ഐ വാസ് ടോട്ടലി എ ബിഗിനർ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഓൺലി ബിക്കോസ് ഐ എം എ ലിറ്റിൽ എക്സ്ട്രോവേർട്ട് ആൻഡ് ഐ ലൈക്ക് ടു ടോക്ക് ടു പീപ്പിൾ. ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി.
ആൻഡ് ദാറ്റ് ഇസ് സോ നൈസ്. അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ടീമായിട്ടും സെയിൽസ് ആയിട്ടും പ്രൊക്യൂർമെൻറ്റ് ടീമായിട്ടും വർക്കേഴ്സായിട്ടും BDMസുമായിട്ടും കസ്റ്റമേഴ്സായിട്ടും ഒക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ നമുക്ക് വന്നത്. അങ്ങനെയാണ് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വാല്യുബിൾ ഔട്ട്കം എൻ്റെ ഫസ്റ്റ് ജോബിൽ തന്നെ എനിക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറേ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയത്, ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ആ ഒരു തിങ് ഞാൻ അവിടെ ചെയ്തില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എൻ്റെ ഫസ്റ്റ് ജോബിൽ തന്നെ ഞാൻ എക്സിബിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേറ്റിൽ എനിക്ക് എത്തിപ്പെടാനേ പറ്റില്ലായിരുന്നു. So more than your education degree, more than whatever you know everything about, communication do have importance when you go to work. ഇന്ന് നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കയ്യിലേക്ക് കൊണ്ടുതരുന്നത്. സോ അവരൊക്കെ ആയിട്ട് സംസാരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുക, നല്ല കമ്പനി ആവുക ആൻഡ് മേക്ക് ദാറ്റ് ലൈബ്രറി ഇൻസൈഡ് യുവർ മൈൻഡ് ആസ് വെൽ. ഇൻഡസ്ട്രിയൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വായിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. സോ we are winding up this video and the next episode is going to be very important and the last and final as well. So stay tuned. Bye bye.